പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച അനന്ത കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാതൃത്വത്തെ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യസ്തുതിക്കർഹനായ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാതൃത്വത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാവലും കാതലുമായ ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാതൃത്വത്തിന് നന്ദി പറയുന്നു. നിൻ്റെ കൃപയാണ് ഈ നിമിഷം വരെ എന്നെ നയിച്ചതെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൽ നിൻ്റെ മഹത്വം എല്ലായിടത്തും വിരാജിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന 115-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അതിശക്തമായ നാമമാണ് അങ്ങയുടെ നാമം, സ്വർഗം നൽകിയ പേര്. ആ നാമം വിളിച്ചപേക്ഷിച്ച് സകലരെയും അങ്ങ് രക്ഷയിലേക്ക് നയിക്കും. അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുന്നു, സഹോദരനോട് ക്ഷമിക്കുവാൻ കഴിയണമെന്ന്. അങ്ങ് ക്ഷമിക്കുന്നത് പോലെ അപ്പോഴാണ് ഞങ്ങൾക്ക് കൃപ ലഭിക്കുന്നതെന്ന്. ഇന്ന് കർത്താവെ, നീ ഞങ്ങളോട് അരുൾ ചെയ്യുന്നു, നിന്നോട് എപ്രകാരം മറ്റുള്ളവർ വർത്തിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരെയും പരിഗണിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, അവരുടെ നന്മയെ കണ്ടെത്തുക, അവരുടെ ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക, അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ടെങ്കിൽ പ്രവർത്തിക്കുക, നീതിപൂർവ്വം വർത്തിക്കുക, നല്ല വാക്ക് പറയുക. ഇതെല്ലാം കർത്താവെ നീ ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കും. നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയും ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തി ജീവിതം നയിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. നീതനം നീ തന്ന ഈ കൃപയ്ക്കൊക്കെ നന്ദി പറയുന്നു. മറ്റുള്ളവരുടെ നന്മയെ കാണുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് തന്ന കൃപ ഓർത്തങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്കും ഈ സമൂഹത്തിനും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും, ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടുന്നവർക്കും, കണ്ണീരോടുകൂടി അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം. അങ്ങയുടെ കാരുണ്യമാണ് ഞങ്ങൾക്ക് അനുദിനവും ലഭിക്കുന്നതെന്ന് ബോധ്യത്തിൽ ജീവിക്കുവാൻ കൃപ നൽകണമേ. ഈശോയെ, ഈ ദിവസത്തെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. ദൂതന്മാരുടെ രാജാവായ നസറേക്കാരൻ യേശുവേ, പെട്ടെന്നുള്ള മരണത്തിൽ അപകടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. നിൻ്റെ കൃപയാൽ നിറഞ്ഞ് എന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.